എന്താണ് ബ്രിക്സ് കറൻസി? ബ്രിക്സ് കറൻസി ആഗോള കറൻസിയായി ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഡോളറിനെ ആഗോള റിസർവ് കറൻസിയായി ഉപയോഗിക്കുന്നതിനുള്ള ആശ്രയത്തിൽ നിന്ന് വിടുതൽ നേടുക എന്നതാണ്. അമേരിക്കൻ ഡോളറിന് 100 വർഷത്തിലേറെയായി ആഗോള തലത്തിൽ ആധിപത്യമുണ്ട്. ഈ നില മാറ്റാനാണ് ഡീഡോളറൈസേഷൻ എന്ന ആശയം വളർന്നത്. അമേരിക്കയുടെ സാമ്പത്തിക ശക്തി ചലിക്കുന്നതിനൊപ്പം പല രാജ്യങ്ങൾക്കും ഡോളറിന്റെ അമിത ആശ്രയമുണ്ടാക്കുന്നു. ഇന്ധന ഉൾപ്പെടെയുള്ള പ്രധാന ചരക്കുകൾ ഡോളറിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാൽ പല രാജ്യങ്ങളും വലിയ തിരിച്ചടി നേരിടുന്നു. ഡോളറിനെ മാറ്റിസ്ഥാപിക്കാൻ ബ്രിക്സ് ഒരു ഏകീകൃത കറൻസി കൊണ്ടുവരുന്നത് യൂറോ മാതൃകയിൽ ആയിരിക്കും. ബ്രസീൽ, റഷ്യ, ചൈന മുതലായ രാജ്യങ്ങൾക്ക് അമേരിക്കൻ ഡോളർ ഇല്ലാതാക്കുന്നതിൽ രാഷ്ട്രീയ നേട്ടമാണ്. ഇന്ത്യയുടെ നിലപാട് ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ശക്തിപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഏകീകൃത കറൻസിക്ക് പ്രാധാന്യം നൽകുക. സമ്പത്തായ സ്വർണം ബ്രിക്സ് കറൻസിക്ക് പിന്തുണ നൽകുന്ന നിക്ഷേപമായിരിക്കും. ബ്രിക്സ് വിനിമയത്തിന് കൂടുതൽ രാജ്യങ്ങളും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. 100-ൽ-അധികം രാജ്യങ്ങൾ ഇതിലേക്ക് അടുക്കുന്നു. ആഗോള വ്യാപാരത്തിന്റെ 84.3% ഇപ്പോഴും ഡോളറാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഡോളറിന്റെ സ്വാധീനത്തിൽ നിന്ന് കൂട്ടിയതാണ്.